31 നാഴിക നേരമായപ്പോ തമ്പുരാൻ പോയി പടിഞ്ഞാറേ പാർക്കടലേഴ് കടൽ ഇടക്കടൽ ചെന്താമരക്കടൽ പുഴിമുഴിഞ്ഞു 3 മുങ്ങിക്കര കയറുന്ന നേരമല്ലോ ദൈവമേ. മേടത്തടിയന് രാജകൊടി ഉദിക്കണം, വച്ചവും പത്തന്നദാനം മകരത്തൻ അടിയന്റെ നാവിൽ വർത്തമാനം തെളിയണം. 12 കർക്കിടക ഇരുളി അടിയന്റെ ആയുസ് നിലനിർത്തി ബ്രഹ്മം തരേണമേ. ഹരേ രാമ 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 ഹരേ. മീനമ്മേന പറഞ്ഞു പോകുന്നു. ദോഷവശങ്ങളില്ല, സത്യം തുറന്നു പറഞ്ഞും കൊണ്ട് ഉള്ള യാത്രയാണ്. അപ്പം ചില കാര്യങ്ങൾ മനസ്സുകൊണ്ട് കരുതിയിരിക്കുന്നു. ഉറക്കത്തിൽ നമ്മുടെ ആത്മാവ് സഞ്ചരിക്കും, ഇല്ലാത്ത ആത്മാവുമായിട്ട് കണ്ടു. അപ്പം ഇവർ തങ്ങളിൽ കെട്ടിപ്പിടിക്കുകയും കാര്യങ്ങളിലേക്ക് കടക്കുന്ന സമയത്താണ് നമ്മൾ. നമസ്കാരം, സുരേഷ് ക്ഷേത്രമാണ്. ഇപ്പോൾ നമ്മുടെ ഗ്രീൻ ഡിവിഷൻ ചാനലിന്റെ ക്ഷേത്രായനം എന്ന പരിപാടിയിലെ ഒരു പ്രോഗ്രാമാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് കുളത്തുപ്പുഴ പഞ്ചായത്തിലെ കുഴിവിളക്കരിക്കം എന്ന് പറയുന്ന സ്ഥലത്താണ്. എന്നോടൊപ്പം നിൽക്കുന്നത് സദാനന്ദൻ സ്വാമിയാണ്. അപ്പോൾ ഇതൊരു അനുഭവമാണ്. പലരും പൂജാ വിദ്യകൾ പഠിച്ചു, പൂജാതി തന്ത്രങ്ങൾ പഠിച്ച് തന്ത്രിമാരും അതുപോലെ വലിയ പൂജാരിമാരും ഒക്കെ ഇരിക്കുന്ന കാലത്ത് ചേട്ടനൊരു അപകടം പറ്റി. അങ്ങനെ ഈ അപകടം പറ്റി കഴിയുമ്പോൾ പല കലകളുണ്ടാവുന്നുണ്ട്. അതുപോലെ തന്നെ മന്ത്രങ്ങളും തന്ത്രങ്ങളും ഒക്കെ ഇരുന്ന് പഠിക്കാനുള്ള അവസരം കിട്ടും. ഒരു ആത്മീയതയുടെ പരിവേഷം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. അങ്ങനെയാണ് ഈ സ്വാമി ഒരു നല്ല പൂജാരിയാണ്. എല്ലാ ദുശകനങ്ങളും നിങ്ങൾക്ക് ഇവിടെ നിന്ന് മാറ്റാൻ പറ്റും. ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഇതൊരു ചികിത്സയല്ല, ഇതൊരു മന്ത്രമാണ്. ചികിത്സിക്കാൻ ചികിത്സാ സ്ഥലത്ത് തന്നെ പോകണമെന്ന് സ്വാമി തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ദുർമന്ത്രവാദമോ ആഭിചാരമോ ഒന്നുമില്ലാത്ത ഒരു കർമ്മം. 999 മലകൾക്കും അധിപനായ കല്ലേലി അപ്പൂപ്പന്റെയും കോടമല അപ്പൂപ്പന്റെയൊക്കെ ആ ഒരു ആത്മീയതയിലേക്കാണ് നിങ്ങളെ ഇവിടുന്ന് കൊണ്ടുപോകുന്നത്. ഇപ്പോൾ ഇവിടെ പൂജ അപ്പൂപ്പനാണ്. നിങ്ങൾക്ക് ആർക്കും ഇവിടെ വരാം, എന്തും പറയാം. നിങ്ങളുടെ സമാധാനം നിലച്ചിരിക്കുകയാണെങ്കിൽ ആ സമാധാനം തിരിച്ചു കിട്ടും, നിങ്ങളുടെ ദോഷങ്ങൾ മാറും. അങ്ങനെ ഞാൻ അതൊക്കെ ബാക്കി കാര്യങ്ങൾ സ്വാമി പറയും. അപ്പോൾ ഗ്രീൻ ഡിവിഷൻ ചാനലിന്റെ ക്ഷേത്രായനം എന്ന പരിപാടിയിൽ നമ്മുടെ നല്ലൊരു ആത്മീയമായ ഒരു സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത്, കുളത്തൂപ്പുഴയിൽ. അപ്പോൾ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുമെന്നല്ല പറയുന്നത്, 175% പരിഹരിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒരു മന്ത്രവാദിയല്ല, അത് നിങ്ങൾ മനസ്സിലാക്കണം. ജീവിതശൈലിയിൽ കൂടി മന്ത്രങ്ങളും ഒക്കെ പഠിച്ചു അദ്ദേഹത്തിന്റെ മനസ്സിൽ വരുന്ന കാര്യങ്ങൾ അതേപടി പറഞ്ഞു പലർക്കും കാര്യങ്ങൾ സാധിക്കുന്നു എന്ന് മാത്രം. അപ്പോൾ അദ്ദേഹം തന്നെ അതിന്റെ കാര്യങ്ങൾ നേരിട്ട് പറയും. സ്വാമി ഒരു പൂജാതി കർമ്മങ്ങളൊന്നും പഠിച്ച ആളല്ല. ഇപ്പൊ 67ാമത്തെ വയസ്സാണ്. പലർക്കും ഇങ്ങനെ ഒരു ആത്മീയത പെട്ടെന്നുണ്ടാവുക, അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മുടെ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടാകുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ പുതിയ ഒരു തലത്തിലേക്ക് എത്തുക. അങ്ങനെ ആത്മീയമായി ദൈവത്തിന്റെ ഒരു സന്നിവേഷം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായി. ശരീരത്തിലേക്ക് ദൈവം എപ്പോഴും ഇല്ല സമയത്ത് കടന്നു വരുന്നു. ഒരു വൈദ്യമാണ്. വിശ്വാസം ഒരു സ്ഥലത്തുണ്ട്, അന്ധവിശ്വാസം ഒരു സ്ഥലത്തുണ്ട്. ആ സമയത്ത് നമ്മൾ പൂജ നടത്തുമ്പോഴും ആളുകൾക്ക് എന്തെങ്കിലും ചെയ്യുമ്പോഴൊക്കെയാണ് വരുന്നത്. അല്ലാത്ത സമയത്ത് നമുക്ക് ഇതൊന്നും ഇല്ല. എനിക്ക് ഇതിനകത്ത് കറപ്പ് ഇതാ. എങ്ങനെയാണ് നമ്മുടെ ശരീരത്തിലേക്ക് ഇങ്ങനെ ആ ഒരു ശക്തി വരുന്നത്? മല കൂട്ടപ്പം ഇങ്ങനെ ഒരാളെ കൊണ്ടുവരപ്പം അത് എല്ലാ ഉരുക്കളും ശരിയാക്കി വെച്ചോണം. ആ വിളിക്കുന്ന സമയത്ത് ശരീരത്ത് വരും. നമ്മളെ മന്ത്രങ്ങൾ ചൊല്ലുക. നമ്മുടെ ശംഖ് ഇതിനകത്ത് എങ്ങനെയാണ് ഒരു ഘടകമാവുന്നത്? ശംഖ് ഉൾക്കടലിൽ പിറന്ന പാൽവെള്ളിപ്പളങ്ക്, ഉൾക്കടലിൽ പിറന്ന ഇത് പൂരിട്ടാതെ പിറന്ന മഹാലക്ഷ്മി. അപ്പൊ ഈ ശംഖും നെല്ലും തുല്യമാണ്. ഇത് അഥവാ തെറ്റിപ്പോയാലും നെല്ല് തെറ്റത്തില്ല. അത് പതിര് തള്ളി കളഞ്ഞിട്ട് നണി എടുത്തത് കണക്ക് കൂട്ടാം. കബഡി പോലെ. 31 നാഴിക നേരമായപ്പോ തമ്പുരാൻ പോയി പടിഞ്ഞാറേ പാർക്കടലേഴ് കടൽ ഇടക്കടൽ ചെന്താമരക്കടൽ പുഴിമുഴിഞ്ഞു 3 മുങ്ങിക്കര കയറുന്ന നേരമല്ലോ ദൈവമേ. ഈറം മുണ്ട് വിഴിഞ്ഞു തലതോർത്തി മാറ്റും പകർന്നൊടുത്തു 101 കുറിയാർത്തി 51 പൊട്ടണിഞ്ഞു മാവേലി നാടും ചവിട്ടിത്തിരിഞ്ഞു കിഴക്കേ പൊഞ്ചാവടി മുഖത്തുങ്കൽ കരകയറുന്ന നേരമല്ലോ ദൈവമേ. മേടത്തടിയന് രാജകൊടി ഉദിക്കണം, വച്ചവും പത്തന്നദാനം മകരത്തൻ അടിയന്റെ നാവിൽ വർത്തമാനം തെളിയണം. 12 കർക്കിടക ഇരുളി അടിയന്റെ ആയുസ് നിലനിർത്തി ബ്രഹ്മം തരേണമേ. ഹരേ രാമ 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 ഹരേ. മീനമ്മേന പറഞ്ഞു പോകുന്നു. അപ്പം കനിതായി വരുമ്പേൽ അടിയന്റെ രാശി മാറി ഇട്ടമേടം അടിയൻ ഉദിച്ചില്ലേ തമ്പുരാനെ. തമ്പുരാന്റെ ഇട്ടമേടം കിട്ടി. ഇത്രയുള്ള മുറത്തില അനിര സുരേഷ് നാമതയം 27 നക്ഷത്രത്തിൽ അനുരനാളി എണിച്ച് 12 രാശി 9 ഗ്രഹനിലയിൽപ്പെടുത്ത. അപ്പം കർക്കിടം തന്നെ പോയെങ്കിൽ നിങ്ങളുടെ രാശി ദൈവാധീനം നല്ല രാശി, അതിന് കുഴപ്പമൊന്നുമില്ല.
അടിപൊളി. രണ്ടാമത്തെ രാശി ഈശ്വരകുടിയിലേക്ക് പോയി. ഒരു രാശിയാ കയ്യിൽ നിന്ന് പോയത്. ആ യാത്ര ചെയ്തോളാൻ പറയുക. നിങ്ങൾക്ക് യാത്ര ഏത് വഴിക്കും ചെയ്യാം. 12ാമത്തെ രാശി യാത്ര ചെയ്യാനാണ് പറയുന്നത്. ഇപ്പം ഉള്ളുകൊണ്ട് കുറിച്ച് മനം കൊണ്ട് ചില കാര്യങ്ങൾ നിശ്ചയിച്ചിരിക്കുന്നു അല്ലേ? യാത്ര ചെയ്തോളാം. ദോഷമല്ല, ദോഷവശം എൻ്റെ പളിങ്ക കണ്ടില്ല. അപ്പം അമ്മയും കുംഭവും. അപ്പം അമ്മയും കുംഭം എന്ന് പറയുമ്പോൾ അമ്മ സത്യമായ ബ്രഹ്മോടി ഉദിക്കുന്നു, പിതൃകർമ്മമുണ്ട്. അതായത് അമ്മയും കുംഭം, അമ്മ കിടന്ന കുംഭം, ആ ഒരു അനുഗ്രഹം എന്നും ഉച്ചമേൽ നിലനിൽക്കുന്നു. അപ്പം അമ്മയുടെ അമ്മയാണ് അത് മേടം സത്യം തന്നിരിക്കുക. അപ്പം ഈ നോക്കിയതിൽ ഒന്നും ദോഷവശങ്ങളില്ല. ചില കാര്യങ്ങൾ മനസ്സുകൊണ്ട് കരുതിയിരിക്കുന്നു. അതിന് പോകാമെന്നാണ് എൻ്റെ ഫലത്തിൽ പറയുന്നത്. 2 മേടവും കിട്ടി. അപ്പം എന്തോത്ത് തൊട്ടാലും വലിയ ആർത്തിയില്ലാതെ എന്തോത്ത് തൊട്ടാലും അത് പൊന്നായി വിളയുമെന്നാണ് ഫലം പറയുന്നത്. ശംഖ് വെച്ചാണ് നമ്മൾ ഓരോരുത്തരും രാശികൾ മനസ്സിലാക്കുന്നത്. മരണം വരെ രാശി പലകയാണ് സാധാരണ ജ്യോത്സ്യന്മാർ ഉപയോഗിക്കുന്നത്. അതിൽ പലകയിൽ പിന്നെ കവടി നിരത്തിയ ഉപയോഗിക്കുന്നത്. അവര് 120, 21 കവടി വാരി നിരത്തപ്പോ നമുക്ക് 4 പളിങ്ങി നിൽക്കും. 2 ശംഖിലാണ് നമ്മൾ ചെയ്യുന്നത്. അത് ഒരു കണക്ക് തെറ്റായിരിക്കാനായി ഒറ്റ ചങ്ക് മതി. 2 ചങ്കാപ്പം കണക്ക്. അപ്പൊ ഇത് 2 ഇനം ചങ്ക. ഒന്ന് നമ്പൂതിരി, ഒന്ന് ക്ഷത്രിയനും. ക്ഷത്രിയനാണ് ഫലം ചെയ്യുന്നത്. അസുരനും ദേവനും എന്ന് പറഞ്ഞാണ്. അസുരനും ദേവനും അത് തന്നെ. അതിൽ ഇത് 33 കോടി ദേവന്മാരെ 6008 അസുരഗണങ്ങളെ ഞാൻ എൻ്റെ മന്ത്രത്തിൽ പറയുന്നു. ഇതൊക്കെ തന്നെ ഉണ്ടാകുക. ഇത് ഈ മന്ത്രങ്ങളൊക്കെ നമ്മൾ പഠിച്ചതാണോ? അല്ല, ഇതൊക്കെ തന്നെ ഉണ്ടാകുക. തന്നെ നമ്മൾ പ്രധാനമായും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ശ്രമങ്ങളൊക്കെ ഒഴിപ്പിക്കുന്ന മന്ത്രങ്ങളൊക്കെ ഏതാ പറയുന്നത്? ഈ ദേവനെ കൊണ്ട് തന്നെ. പിന്നെ അല്ലാത്ത ചില ദേവന്മാരൊക്കെ എന്നിലുണ്ട്. അല്ലേലും മന്ത്രം അത് എൻ്റെ മന്ത്രത്തിന് ഏടുകളില്ല. ഞാനൊന്നും എഴുതി ഇവിടെ വയ്ക്കുന്നില്ല. അത് വേറൊരാളെ മോട്ടിക്കാനും ഒക്കൂല, വേറൊരാൾക്കത് പഠിക്കാനും ഒക്കൂല. പിന്നെ എനിക്ക് ഇവിടെ ഇപ്പം 2 അപ്പൂപ്പന്മാരാണ്. ഒരപ്പൂപ്പനൊരു ഞങ്ങളുടെ കുടുംബക്ഷേത്രത്തിനൊരു പ്രശ്നം ഉണ്ടായപ്പം വിളിച്ചുകൊണ്ടൊന്ന് ഇരുത്തി കളഞ്ഞു ഞാൻ ഇവിടെ. അങ്ങനെ ഈ കല്ലേലി അപ്പൂപ്പൻ എവിടെല്ലാം കുടികൊള്ളുന്ന ആർക്കും പറയാൻ ഒക്കില്ല. കല്ലേലി അപ്പൂപ്പൻ പാണ്ടിക്ക് കണ്ണറിഞ്ഞ് മലയാളത്തിലായിരിക്കുന്നത്. ഉപ്പും മീനും വിലയിട്ട നാടും കിളി അറിയാത്ത നാടില്ല. ഈ നാടെല്ലാം അടങ്ങിയിരിക്കുന്നത്. അപ്പോൾ തന്നെ വിളി കേൾക്കും. അത് ഇത് ഇത്രയും വെച്ചുകൊണ്ടല്ലേ വിളിക്കുന്നത്. അതൊരു കാന്തിക ശക്തിയാണ്. നമ്മളിപ്പോ ഈ പുതിയ കാലഘട്ടത്തിൽ അന്തരീക്ഷത്തിന്റെ ഒരു പ്രകമ്പനത്തിൽ കൂടിയാണ് ദൈവത്തിന്റെ അടുപ്പ് നമ്മളിലേക്ക് ഉണ്ടാവുന്നത്. അതും ഒരു ഫീലിംഗ്, അതായത് അതും ഒരു ശാസ്ത്രമാണ്. തിരിച്ചിട്ട് നാക്ക് തിരിയത്തില്ല. എന്നെ ഇവിടെ ഇങ്ങനെ ഒരു പാമ്പ് പിടിച്ചതാ. നെറ്റിയിൽ പാമ്പ് പിടിച്ച ഇവിടെ ഇങ്ങനെ ഈ സൈഡ് പോലെ അല്ലല്ലേ, ഒരു വിഷമുള്ള പാമ്പാണോ? പിന്നെ കല്ലാറിന്റെ ഒക്കെ തെക്കേറ്റാണ് റാക്കൂട്ടി തോട്ടം. റാക്കൂട്ടി തോട്ടത്തിന്റെ തെക്ക് വശത്തുള്ള മലയുടെ പേരാണ് സിന്താർമണി. കേട്ടിട്ടുണ്ട്. സിന്താർമണിയുടെ വടക്കേ അറ്റത്ത് വെച്ചാൽ പാമ്പ് അടിക്കുന്നു. സമയത്ത് അടിച്ചപ്പോഴേ ഒരു വിളി വിളിച്ചപ്പോഴേ ഇവിടെ എല്ലാം കോടി കണിക്കൂടെ രക്തമൊക്കെ വന്നു. പിന്നെ എങ്ങനെ ലോറിയിൽ നിന്ന് ഈറയൊക്കെ ഇറക്കി കയറ്റി ഒരു ബഷാരിയുടെ അടുത്ത് വന്നു. അങ്ങനാണ്. ആശുപത്രി പോയില്ല. ആദ്യം ബഷാരിയുടെ അടുക്കോട്ടാ കൊണ്ടുചെല്ലുന്നത്. അപ്പൊ ഇരുത്തിയാ കൊണ്ടുവന്ന ഇവിടെ എല്ലാം നീരായി. അങ്ങനെ ആ മന്ത്രത്തിന് ശക്തി ഉണ്ടെന്ന് ഞാൻ ആദ്യമായിട്ട് മനസ്സിലാക്കുന്നത്. അന്ന് എനിക്കിതൊന്നുമില്ല. അവര് മന്ത്രം ഉച്ചരിച്ചുകൊണ്ടിരിക്കപ്പോ എനിക്ക് നല്ല ബോധം. പക്ഷെ ആളറിയത്തില്ല, ഉള്ളിൽ ഓർമ്മയുണ്ട്. ഈ ചത്തുപോകുന്നതിന്റെ അറവിലെന്നൊക്കെ പണ്ടത്തെ ഉച്ചാരണം. അത് ആത്മാവ് സ്ഥിതി ചെയ്യുന്ന ജഡത്തില. ഈ ജഡമുള്ളതുകൊണ്ട് ജഡമില്ലാത്ത ആത്മാവിന് വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഈ ആത്മാവ് വേറെ ഒരു ശരീരത്തിലേക്ക് പോകുമെന്ന് പറയുന്ന സത്യം. അത് പോകുന്നത് അതുകൂടെ ഞാൻ പറയാം. നിദ്രയിൽ നമുക്ക് അവതാരവസ്ഥാവും. ഉറക്കത്തിൽ നമ്മുടെ ആത്മാവ് സഞ്ചരിക്കും. നമ്മൾ ജഡാവസ്ഥയിലായിരിക്കും. പക്ഷെ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഓർമ്മ കാണും. നേരം വെളുക്കപ്പോഴും സ്വപ്നം കാണുന്നില്ലേ, ആത്മാവ് ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കും. അപ്പം ജഡമില്ലാത്ത ആത്മാവുമായിട്ട് കണ്ടുമുട്ടും. അപ്പം എവര് തങ്ങളിൽ കെട്ടിപ്പിടിക്കുകയും കാര്യങ്ങളിലേക്ക് കടക്കുന്ന സമയത്താണ് നമ്മൾ ചില ആളുകളെയൊക്കെ സ്വപ്നത്തിൽ കാണുകയൊക്കെ ചെയ്യും. ക്ലാസ് വീഴുക, എന്തെങ്കിലും ഒരു സൗണ്ട് കേട്ടാൽ
പെട്ടെന്ന് നമ്മൾ കണ്ണു തുറക്കും. ആ ഈ കണ്ണ് തുറക്കുന്നതിന് മുമ്പിട്ടില്ല പിടിവിടാതെയാണ് നമ്മുടെ ശരീരത്തെ നമ്മുടെ ആത്മാവിന്റെ കൂടെ എല്ലാതും കൂടെ പതിയും. ഉം. അതാണ് ഒഴിയ പ്രേതബാധ. ഉം. അത് കണ്ടുപിടിക്കാൻ കഴിവില്ലാത്തവ ഒഴിച്ചാൽ അത് ഒഴിയത്തില്ല. അതിനെ ആണി അടിച്ചിട്ടാ പിച്ചാത്തി എറിഞ്ഞിട്ടാ ഒന്നും ഒരു കാറ്റുമില്ല. അങ്ങനെ ഒരു ആത്മാവ് പ്രേതബാധ അങ്ങനെ ഒരു സന്നിവേഷം ഉണ്ടോ? പ്രേതബാധ എന്ന് പറയുന്നത് ആത്മാവിന്റെ സഞ്ചാരമേ ഉള്ളൂ. അല്ലാതെ പ്രേത ബാധകളെന്ന് പറയുന്ന ലോകത്തുണ്ട്. അത് മനുഷ്യനെ പോലെ സഞ്ചരിക്കുന്ന സ്വരൂപങ്ങൾ ലോകത്തുണ്ട്. അതിനാണ് നടുക്കൂർ പാതിരാത്രി എന്ന് പറയുന്ന 1 മണി സമയം. 12:30 കഴിഞ്ഞാൽ പിന്നെ 1 മണി, അത് 1:45 മണി വരെ നിൽക്കും. 2 മണിയെന്നായ വെളുപ്പംകാലമായി. ആ സമയത്താണോ ഈ നമ്മുടെ ആത്മാക്കളെ സഞ്ചരിക്കുന്നു എന്നൊക്കെ പറയുന്നത്? ആ സമയത്താണ് ആത്മാക്കൾ സഞ്ചരിക്കുന്ന ആ സമയത്ത് അങ്ങനെ യാത്ര ചെയ്യണത്. അപ്പം നല്ല ആറ്റിന്റെ ഇറമ്പിൽ കൂടെ പോയാലും വെള്ളം നിശ്ചലമാവും. പക്കയും പൂളൊന്നും അലയ്ക്കത്തില്ല. വലുതായിട്ട് കാറ്റടിച്ച് സൗണ്ടുകളില്ല. പിന്നെ ഈ മകരമാസത്തിലേക്കുള്ള അങ്ങനെയുള്ളത്. അല്ലാതെ പ്രകൃതി ഇങ്ങനെ നിശ്ചലമായി നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ആ സമയത്താണ് ഇവര് സഞ്ചരിക്കുന്നത്. ആത്മാക്കളുടെ സഞ്ചാരം. അത് ആത്മാക്കളും ഉണ്ട്, അല്ലാതെ ഭൂമി വേറെ ജനനമുണ്ട്. നമ്മൾ നിലം നല്ല ഫസ്റ്റായിട്ട് നമ്മൾ വിതച്ച് കയറുന്നതിൻ്റെ അന്ന് രാത്രി കള പറിക്കും അവര്. അങ്ങനെയുണ്ടോ? അതാണ് പിന്നെ ഈ ചെകുത്താൻ എന്ന് പറയുന്നത്. ചെകുത്താൻ ഭൂമി ജീവിതമുണ്ട്. അവരാണ് മനുഷ്യനെ വഴി തെറ്റി. ദൈവവും ഉണ്ട്, പിശാചും ഉണ്ട്. ആദിമകാലം മുതലേ ഉണ്ട്.